ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 2 ഇമാജിനേഷൻ എന്ന് പറയുന്ന യൂണിറ്റിലെ എ ഡോൾസ് ജേർണി എന്ന് പറയുന്ന ലെസണിലത്തെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. Then our activity number 1, read the story once again and identify the following. എന്താണ് നമ്മുടെ സ്റ്റോറി ഒന്നും കൂടെ വായിച്ചിട്ട് താഴെ കൊടുക്കുന്ന ലൊക്കേഷൻ ഏതാണ്, ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്, തീം എന്താണെന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ ലൊക്കേഷൻ ഏതാ? പാർക്ക് ഇൻ ബെർലിൻ. അപ്പോൾ അതാണ് ലൊക്കേഷൻ. ദെൻ ക്യാരക്ടേഴ്സ് കഫ്ക ഉണ്ട്, ഗേൾ ഉണ്ട്, ഡോൾ ഉണ്ട്. ഇനി തീം നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? ചൈൽഡ്ഹുഡ് ഇന്നസെൻസ്, ഇമാജിനേഷൻ, ലോസ് ആൻഡ് ലോങ്കിങ്, കംഫർട്ട് ആൻഡ് ഡിസെപ്ഷൻ, ക്ലോഷർ ആൻഡ് ആക്സെപ്റ്റൻസ്, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കമ്പാഷൻ. അപ്പോൾ ഇതൊക്കെ നമുക്ക് തീമിലും എഴുതാവുന്നതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. Then activity 2, read these sentences taken from the story. അപ്പോൾ എന്താ, നമ്മുടെ സ്റ്റോറിയിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് ആണ്. ഇറ്റ് വാസ് എ സാറ്റർഡേ ആഫ്റ്റർനൂൺ. കഫ്ക വാസ് വാക്കിംഗ് ത്രൂ എ പാർക്ക് ഇൻ ബെർലിൻ. അപ്പോൾ എന്താണ് നമ്മുടെ സ്റ്റോറിയിൽ എടുത്തിട്ടുള്ള ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഹി മെറ്റ് എ ഗേൾ ഹു വാസ് ക്രൈയിങ് ബിക്കോസ് ഷീ ഹാഡ് ലോസ് ഹർ ഫേവറേറ്റ് ഡോൾ. അപ്പോൾ സ്റ്റോറിയുടെ ആദ്യത്തെ കുറച്ച് ലൈൻസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സാറ്റർഡേ ആഫ്റ്റർനൂൺ ആണ്. ദെൻ കഫ്ക എന്താണ്, പാർക്കിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഫ്ക ഒരു ഗേളിനെ കണ്ടു. ആ ഗേള് ഫേവറേറ്റ് ആയിട്ടുള്ള ഡോൾ നഷ്ടപ്പെട്ടിട്ട് ഇരുന്ന് കരയുകയായിരുന്നു. ഓക്കെ. Kafka comforted the little girl who was in great distress. Here is a small part of their conversation. Can you complete it? അപ്പോൾ എന്താണ്, അപ്പോൾ ഈ കുട്ടീനെ കണ്ടപ്പോൾ കഫ്ക എന്ത് ചെയ്തു? ആ കുട്ടീനെ ഒന്ന് കൺസോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള കോൺവേഴ്സേഷൻ എഴുതാൻ. അപ്പോൾ തന്നിട്ടുണ്ട് എന്ത്? ഓ ഡിയർ വൈ ആർ യു ക്രൈയിങ്. അപ്പോൾ ലിറ്റിൽ ഗേൾ പറയുന്നുണ്ട് മൈ ലവി മൈ ഡോൾ എന്ന് ലിറ്റിൽ ഗേൾ പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി എഴുതി നോക്കാം. അപ്പോൾ കഫ്ക ചോദിക്കുന്നുണ്ട് വാട്ട് ഹാപ്പൻ ടു ഹർ, അവൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. ദെൻ ലിറ്റിൽ ഗേൾ ഷീ ഈസ് മിസ്സിങ്, എന്താണ്, അവളെ കാണാനില്ല. അപ്പോൾ കഫ്ക ഇറ്റ് ഈസ് ജസ്റ്റ് എ ഡോൾ ഡോണ്ട് വെറി. അപ്പോൾ എന്താ, അതൊരു പാവയല്ലേ, പേടിക്കൊന്നും വേണ്ടെന്ന് പറയാണ്. ദെൻ ലിറ്റിൽ ഗേൾ അപ്പോൾ എന്താ പറയണത്? ഇറ്റ് ഈസ് നോട്ട് എ ജസ്റ്റ് എ ഡോൾ, ഇറ്റ് ഈസ് മൈ ഫേവറേറ്റ് വൺ, ഐ വാണ്ട് ഇറ്റ്. അപ്പോൾ അത് വെറും ഒരു പാവയല്ല, അതെൻ്റെ ഫേവറേറ്റ് വണ്ണാണ്, എനിക്കത് വേണമെന്ന് പറയാണ്. ദെൻ കഫ്ക ഡോണ്ട് വെറി ഐ വിൽ ഹെൽപ്പ് യു ടു ഫൈൻഡ് ഇറ്റ്. അപ്പോൾ പേടിക്കൊന്നും വേണ്ട, അത് പിടിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറയാണ്. ഓ ദാറ്റ്സ് ഗ്രേറ്റ്, താങ്ക് യു. അപ്പോൾ നമ്മുടെ കഫ്കനോട് ആരാണ്, ലിറ്റിൽ ഗേൾ താങ്ക് യു പറയാണ്. ദെൻ യു ആർ വെൽക്കം എന്ന് പറഞ്ഞിട്ട് ആ കോൺവേഴ്സേഷൻ അവിടെ അങ്ങനെ അവസാനിക്കുകയാണ്. ഓക്കെ. Then അടുത്ത ആക്ടിവിറ്റി 3, enact the roles of the little girl and Kafka using the conversation prepared. അപ്പോൾ എന്താ, അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്തില്ലേ കോൺവേഴ്സേഷൻ, അപ്പോൾ അത് ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്ത് കാണിക്കുക. ഓക്കെ, അപ്പോൾ അത് കൂട്ടുകാർക്കുള്ള ആക്ടിവിറ്റിയാണ്. നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 4. Then activity number 4, read these sentences taken from story. അപ്പോൾ എന്താണ്, നമ്മുടെ സ്റ്റോറിയിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് ആണ്. The girl continued to receive letters from the doll. അപ്പോൾ എന്താണ്, ഈ ഗേളിന് ഈ ഡോളിൻ്റെ നിന്ന് ലെറ്റർ കിട്ടിക്കൊണ്ടിരുന്നു. She wrote about her adventures in detail. അപ്പോൾ ആ ഡോളിൻ്റെ അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിലെഴുതി. The letter delighted the girl. അപ്പോൾ ഈ ലെറ്റർ എന്താണ്, ഈ ഗേളിനെ സന്തോഷവതിയാക്കി. This went on for some time. അപ്പോൾ ഇതെന്താ, കുറച്ച് ദിവസമാണ് നിലനിന്നുള്ളൂ. ആഫ്റ്റർ റീഡിങ് ദ ലെറ്റേഴ്സ് ഫ്രം ദ ഡോൾ ദ ഗേൾ വാസ് ഈഗർ ടു സീ ഹർ. അപ്പോൾ ഈ ലെറ്റേഴ്സ് ഒക്കെ വായിച്ചപ്പോൾ എന്താണ്, ഈ ഗേളിന് ഈ ഡോളിനെ എത്രയും പെട്ടെന്ന് കാണണമെന്നായി. ഷീ വെയിറ്റഡ് ആൻഡ് വെയിറ്റഡ് ബട്ട് ദ ഡോൾ ഡിഡിൻ ടേൺ അപ്പ്. അപ്പോൾ എന്താ, കുറേ കാലം വെയിറ്റ് ചെയ്ത് പക്ഷെ ഡോൾ വരുന്നും ചെയ്തില്ല. സോ ഷീ ഡിസൈഡഡ് ടു പുട്ട് ഹർ തോട്ട്സ് ആൻഡ് ഇമോഷൻസ് ഇൻ ഹർ ഡയറി. അപ്പോൾ എന്ത് വിചാരിച്ചു, ഈ ഗേളിൻ്റെ ഇമോഷൻസും അതുപോലെ തന്നെ തോട്ട്സും എല്ലാം തന്നെ ഡയറിയിൽ എഴുതാമെന്ന് വിചാരിച്ചു. റൈറ്റ് ദ ഡയറി എൻട്രി ഓഫ് ദ ഗേൾ. അപ്പോൾ എന്താണ്, ആ ഗേളിൻ്റെ ഡയറി എൻട്രി എന്തായിരിക്കും? അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഡേറ്റ് കൊടുത്തു. ദെൻ ടുഡേ വാസ് ഫുൾ ഓഫ് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് ഡിസപ്പോയിൻമെൻറ്റ്. അപ്പോൾ ഇന്ന് എന്താണ്, വളരെയധികം എക്സൈറ്റ്മെൻറ്റും പിന്നെ കുറച്ച് ഡിസപ്പോയിൻമെൻറ്റും ഒക്കെ ഉള്ളൊരു ദിവസമാണ്. ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ് വെൻ ഐ ഗെറ്റ് എ ലെറ്റർ ഫ്രം മൈ ഡോൾ. അപ്പോൾ ഇതൊക്കെ തുടങ്ങിയത് എവിടുന്നാണ്, എൻ്റെ ഡോളിൽ നിന്ന് എനിക്കൊരു ലെറ്റർ കിട്ടിയപ്പോഴാണ്. ഷീ ഓൾവേസ് റൈറ്റ്സ് അബൌട്ട് ഹർ അമേസിങ് അഡ്വഞ്ചേഴ്സ് ആൻഡ് റീഡിങ് ഹർ ലെറ്റേഴ്സ് മേക്ക് മീ സോ ഹാപ്പി. അപ്പോൾ എന്താണ്, ആ ലെറ്ററിൽ എപ്പോഴും ഈ ഡോളിൻ്റെ അഡ്വഞ്ചേഴ്സ് ഒക്കെയാണ് എഴുതുക. അപ്പോൾ അത്
വായിക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാവാറുണ്ട്. ഷീ ഈസ് ഓൺ ട്രിപ്പ് അറൗണ്ട് ദ വേൾഡ്. ഐ തിങ്ക് അൺലൈക്ക് മീ ഷീ ഈസ് റിയലി ലക്കി ടു ഹാവ് സച്ച് എക്സ്പീരിയൻസസ്. അപ്പോൾ എന്താണ്, അവൾ വേൾഡിൽ ട്രിപ്പിലാണ്. അപ്പോൾ എന്നെപ്പോലെയല്ല, അവൾക്ക് ഒരുപാട് ഇങ്ങനത്തെ നല്ല എക്സ്പീരിയൻസസ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലെനിക്ക് കുറച്ച് സന്തോഷമുണ്ട് എന്ന് പറയാണ്. ഈവൻ അമിഡ്സ് ദിസ് ഹാപ്പിനെസ് ഓഫ് നോയിങ് അബൌട്ട് ഹെർ ഐ കാൺ ഹൈ മൈ ഈഗർ ടു സീ ഹെർ. ഡസൻ ഷീ നോ ദാറ്റ് ഐ ആം വെയിറ്റിംഗ് ഫോർ ഹെർ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താണ്, എനിക്ക് അവളെ പെട്ടെന്നൊന്ന് കാണണമെന്നുണ്ട്. ഇനി അവൾക്ക് അറിയുണ്ടാവില്ലേ ഞാൻ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഷീ ഈസ് ദ ഓൺലി ബെസ്റ്റ് ഫ്രണ്ട് ഫോർ മീ. അപ്പോൾ അവളാണ് എൻ്റെ ആകെ കൂടെയുള്ള ബെസ്റ്റ് ഫ്രണ്ട് വിത്ത് ഹും ഐ ഷെയർ മൈ ഫീലിങ്സ്. അപ്പോൾ ഞാൻ അവളായിട്ടാണ് എൻ്റെ ഫീലിങ്സ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യാറ്. നൗ ഹെർ ആബ്സെൻസ് മേക്ക് മീ ഡിപ്രസ്ഡ്. ഇപ്പോൾ അവളുടെ ആബ്സെൻസ് എനിക്ക് എന്തുണ്ടാക്കുന്നുണ്ട്, ഡിപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഐ നോ ദാറ്റ് ഷി വിൽ ഓൾസോ ഫീൽ ദ സെയിം ആൻഡ് കം ബാക്ക് സൂൺ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് അവൾക്കും ഈ സെയിം ആയിട്ട് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് അവൾ പെട്ടെന്ന് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പറഞ്ഞിട്ട് ആ ഡയറി അവിടെ അങ്ങനെ അവസാനിക്കുകയാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. Here is a letter written by the doll to the girl. Read it. അപ്പോൾ എന്താണ്, ഡോള് ഗേളിന് എഴുതിയിട്ടുള്ള ലെറ്ററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡിയർ ഈമ, ഹൗ ആർ യു? ഹോപ്പ് യു ഗോട്ട് ഓൾ മൈ ലെറ്റേഴ്സ് ആൻഡ് എൻജോയ്ഡ് റീഡിങ് ദം. അപ്പോൾ എന്താണ് ഞാൻ വിചാരിക്കുന്നത്, എൻ്റെ ലെറ്റേഴ്സൊക്കെ നിനക്ക് കിട്ടി എന്നാണ്, നീ അത് വായിച്ച് നല്ല സന്തോഷത്തിലിരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹൗ ക്യാൻ ഐ ഫോർഗെറ്റ് ദോസ് ഹാപ്പി ഡേയ്സ് വിത്ത് യു. അപ്പോൾ എങ്ങനെയാണ് ഞാൻ നിൻ്റെ കൂടെയുള്ള ആ ഹാപ്പി ഡേയ്സ് മറക്കുക. ഇറ്റ് വാസ് ഫ്രം യു ഐ ഫസ്റ്റ് ഫെൽ മദേഴ്സ് ലവ്. അപ്പോൾ എനിക്കൊരു അമ്മയുടെ സ്നേഹം ആദ്യമായിട്ട് ഫീൽ ചെയ്തത് നിൻ്റെയിൽ നിന്നാണെന്നൊക്കെ പറയുന്നുണ്ട്. യു ബാത്തഡ് മീ, ഡ്രസ്ഡ് മീ, ക്യാരിഡ് മീ ഇൻ യുവർ ആംസ് ആൻഡ് മെയ്ഡ് എ ബെഡ് ഫോർ മീ. അപ്പോൾ എന്താണ്, എന്നെ കുളിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട്, ഞാൻ ആംസിൽ, അതായത് എന്നെ എടുത്ത് നടന്നിട്ടുണ്ട്, മാത്രമല്ല എനിക്ക് വേണ്ടി ബെഡ് ഒരുക്കി തന്നിട്ടുണ്ട്. യു വർ ഓൾവേസ് ബിസി വിത്ത് സ്യൂയിങ് ക്ലോത്ത്സ് ഫോർ മീ, ടേക്കിംഗ് മീ എവ്രിവെയർ യു വെൻറ്റ് ആൻഡ് ഫീഡിങ് മീ. അപ്പോൾ എന്താണ്, എനിക്ക് വേണ്ടി നല്ല ഡ്രസ്സ് തയ്ച്ച് തന്നിട്ടുണ്ട്, ദെൻ പോണോടത്തേക്കൊക്കെ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്, അതുപോലെ തന്നെ എന്നെ ഫീഡ് ചെയ്തിട്ടുണ്ട്. ഹൗ ഐ വിഷ് യു വേർ വിത്ത് മീ നൗ, ഇറ്റ് ഈസ് സച്ച് ഫൺ ഹിയർ, വെൻ ഷാൽ വി മീറ്റ് അഗെയിൻ വിത്ത് ലോട്ട്സ് ഓഫ് ലവ്. അപ്പോൾ എന്താണ്, ഞാൻ ആഗ്രഹിക്കുകയാണ് നീയും ഇവിടെ ഉണ്ടെങ്കിൽ എന്ന്. അപ്പോൾ എന്ത് രസമായിരിക്കും, ഇനി നമ്മൾ എപ്പോഴാണ് മീറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ ലെറ്റർ അവിടെ അങ്ങനെ അവസാനിക്കുകയാണ്. ഓക്കെ, Imagine you are Emma and write a reply to Levi. എന്താണ് അടുത്ത ആക്ടിവിറ്റി? ഈ ലെവിക്ക് ഒരു റിപ്ലൈ ലെറ്റർ തയ്യാറാക്കാൻ. അപ്പം നമുക്ക് തയ്യാറാക്കി നോക്കാം. Dear Levi, how have you been? I received your letters and it brought back so many memories. അപ്പോൾ എന്താണ്, നീ എങ്ങനെ ഇരിക്കുന്നു? എനിക്ക് നിൻ്റെ ലെറ്റേഴ്സൊക്കെ കിട്ടി, അത് എൻ്റെ ഒരുപാട് മെമ്മറീസൊക്കെ ഉണ്ടാക്കി. ഐ ആം സോ ഗ്ലാഡ് ടു ഹിയർ ഫ്രം യു. അപ്പോൾ നിൻ്റെ കയ്യിൽ നിന്ന് കേട്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഐ റിമെമ്പർ ദോസ് ഡേയ്സ് ഫോൺലി ടു. അപ്പോൾ എന്താണ്, ഞാനും ആ ഡേയ്സൊക്കെ ആലോചിക്കുന്നുണ്ട്. യു ആർ ഓൾവേസ് മൈ ഫേവറേറ്റ് കമ്പാനിയൻ. അപ്പോൾ നീ ആയിരുന്നു എൻ്റെ ഫേവറേറ്റ് കമ്പാനിയൻ. ബാത്തിങ്, ഡ്രസ്സിങ് and taking care of you was always so much fun. അപ്പോൾ നിന്നെ ബാത്ത് ചെയ്യുക, ഡ്രസ്സ് ചെയ്യുക, ടേക്ക് കെയർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെയധികം ഫണ്ണായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഐ എൻജോയ്ഡ് എവറി മൊമെൻറ്റ് വി സ്പെൻഡ് ടുഗെദർ. അപ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്ത എല്ലാ മൊമെൻറ്റ്സും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഡു യു സ്റ്റിൽ റിമെമ്പർ ദ ലിറ്റിൽ ബെഡ് മെയ്ഡ് ഫോർ യു. എന്താണ്, നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ ആ ലിറ്റിൽ ബെഡ് നിനക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ എന്താ പറയുന്നത്, ഇറ്റ് വാസ് ഓൾവേസ് നൈസ് ഹാവിങ് യു ബൈ മൈ സൈഡ്. അപ്പോൾ നീ എൻ്റെ അടുത്തുള്ളത് വളരെയധികം നൈസായിട്ടുള്ളൊരു കാര്യമാണ്. ഐ മിസ് ദോസ് ഡേയ്സ് ടു. എന്താണ്, ഞാനും ആ ഡേയ്സൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഐ വിഷ് ഐ കുഡ് ബി വിത്ത് യു റൈറ്റ് നൗ. അപ്പോൾ എന്താണ്, നിൻ്റെ കൂടെ ഞാൻ ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മേ ബി വി ക്യാൻ പ്ലാൻ to meet soon. Take care Levi. I hope to hear from you again soon. With love Emma. അപ്പോൾ എന്താണ്, മേ ബി വി ക്യാൻ പ്ലാൻ ടു മീറ്റ് യു സൂൺ. അപ്പോൾ നമുക്ക് കാണാമെന്ന് പ്രതീക്ഷയുണ്ട്. ടേക്ക് കെയർ പറയുന്നുണ്ട്. ഐ ഹോപ്പ് ടു ഹിയർ ഫ്രം യു അഗെയിൻ സൂൺ. അപ്പോൾ ഇനി നിൻ്റെ ലെറ്റേഴ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വിത്ത് ലവ് Emma എന്ന് പറഞ്ഞിട്ട് ആ ലെറ്റർ അവിടെ അങ്ങനെ അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ലെറ്റർ എഴുതുമ്പോൾ കൂട്ടുകാർ ഒരു ബോക്സിലാക്കിയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക.
നെക്സ്റ്റ് ആക്ടിവിറ്റി 6 ആണ്. വാട്ട് ഇഫ് ഇമ were living in our times? Close your book and listen to your teacher. ഇമ loved spending time. അപ്പോൾ എന്താണ് വാട്ട് ഇഫ് ഇമ were living in our times? നമ്മുടെ ഈ കാലഘട്ടത്താണ് ഇമ ജീവിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇമ loved spending time with her friends. അപ്പോൾ ഇമയ്ക്ക് ഇഷ്ടം എന്താണ്? ഇമയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനാണ്. ഇൻ ദ ഈവനിങ് ഷീ വുഡ് ഗോ സൈക്ലിംഗ്. ഈവനിങ് ആയാൽ എന്ത് ചെയ്യും? ഈവനിങ് ആയാൽ ഇമ സൈക്ലിങ്ങിന് പോവും. ഷീ കുഡ് റൈഡ് ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ടയേർഡ്. അപ്പോൾ ഒരു ലോങ് ടൈം തന്നെ എന്താണ് ടയേർഡ് ആവാണ്ട് ഇമ സൈക്കിൾ ചെയ്യും. ഏർലി ഇൻ ദ മോർണിംഗ് ഷീ വുഡ് ഹാവ് ഗ്രേറ്റ് ഫൺ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ്. അപ്പോൾ അതിരാവിലെ അവൾ എന്ത് ചെയ്യും? ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ ചെയ്യും. ബട്ട് എവറിത്തിങ് ചേഞ്ച്ഡ് വെൻ ഷീ ഗോട്ട് എ സ്മാർട്ട് ഫോൺ ഫോർ ഹെർ ബർത്ത്ഡേ. അപ്പോൾ എന്താണ് അവളുടെ ബർത്ത്ഡേക്ക് ഒരു സ്മാർട്ട് ഫോൺ കിട്ടിയപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേഞ്ചായി. പിന്നെ ഇമ എന്തായി? ഫോണിലിരിക്കാനായിട്ട് തുടങ്ങി. At first, Ima used her phone for taking to her friends and taking photos. അപ്പോൾ എന്തായിരുന്നു ഫസ്റ്റ് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇമ ഫോൺ യൂസ് ചെയ്തിരുന്നത്. ബട്ട് ആസ് ടൈം വെൻറ്റ് ഓൺ ഷീ ഫൗണ്ട് ഷീ കുഡ് നോട്ട് ടേക്ക് ഹെർ ഐസ് ഓഫ് ദ സ്ക്രീൻ. പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്തായി? അവൾ ഫുൾ ടൈം ഈ ഫോണിലായി. അവൾക്ക് കണ്ണെടുക്കാൻ പറ്റാണ്ടായി. വൺസ് ഷീ സ്റ്റാർട്ടഡ് യൂസിങ് ഹെർ സ്മാർട്ട് ഫോൺ ഷീ വുഡ് സ്ക്രോൾ ത്രൂ സോഷ്യൽ മീഡിയ, വാച്ച് വീഡിയോസ് ആൻഡ് പ്ലേ ഗെയിംസ് ഫോർ ഹവേഴ്സ്. അപ്പോൾ എന്താണ്? ഒന്ന് ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായി? പിന്നെ സ്ക്രോൾ ചെയ്ത് സോഷ്യൽ മീഡിയാസിലും അതുപോലെ തന്നെ ഓരോ വീഡിയോസ് കണ്ടിട്ടും ഗെയിംസ് കളിച്ചിട്ടും അങ്ങനെ മണിക്കൂറോളം അതിൽ ഇരിക്കും. ഓഫൺ ഷീ കുഡ് നോട്ട് ഹെൽപ്പ് റീച്ചിങ് ഫോർ ഹെർ ഫോൺ ഈവൻ വെൻ ഷീ വാസ് ബിസി വിത്ത് അതർ തിങ്സ്. എന്താണ്? മറ്റു കാര്യങ്ങളിൽ ബിസി ആയിരിക്കുമ്പോഴും അവൾക്ക് എന്താണ്? ഫോൺ എടുക്കണം. അങ്ങനെ ഒരു ഇതായി. ഓക്കെ. ഇമ മദർ നോട്ടീസ്ഡ് ദിസ് ആൻഡ് ഷീ തോട്ട് ഇമ ഷുഡ് നോട്ട് ലെറ്റ് ഹെർസെൽഫ് ബി carried away by the smartphone. Spending time outdoors and enjoying real life moments should be just as important as the digital world to her. ഈ ഇമ്മയുടെ അമ്മ എന്ത് ചെയ്തു? ഇവളിങ്ങനെ ഫുൾ ടൈം ഫോണിലായിട്ടുള്ള കാര്യം നോട്ടീസ് ചെയ്തു. ഷീ തോട്ട് ഇമ ഷുഡ് നോട്ട് ലെറ്റ് ഹെർസെൽഫ് ബി ക്യാരീഡ് അവേ ബൈ ദ സ്മാർട്ട് ഫോൺ. അപ്പോൾ എന്താണ്? ഇമ ഫുൾ ടൈം ഫോണിലാണ്. അവൾ അത് തടയാനായിട്ട് ഒന്നും ചെയ്യണില്ല എന്ന് അമ്മയ്ക്ക് മനസ്സിലായി. സ്പെൻഡിങ് ടൈം ഔട്ട്ഡോഴ്സ് ആൻഡ് എൻജോയിങ് റിയൽ ലൈഫ് മൊമെൻറ്റ്സ് ഷുഡ് ബി ജസ്റ്റ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് ദ ഡിജിറ്റൽ വേൾഡ് ടു ഹെർ. അപ്പോൾ ഈ ഡിജിറ്റൽ വേൾഡിൽ എന്താണ്? ഈ ഫോണിൽ കളിക്കുക മാത്രമല്ല, ഈ ബാക്കി പുറത്തിറങ്ങിയിട്ട് ഔട്ട്ഡോർ ഗെയിംസൊക്കെ കളിക്കുക. അതൊക്കെ എന്താണ്? അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ റിയൽ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യുള്ളൂ എന്നാണ് അമ്മ പറയുന്നത്. അതിലെ ക്വസ്റ്റ്യൻ now read the passage, pick out the sentences with word in italics and write them below. അപ്പോൾ എന്താണ്? ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുള്ള വേർഡ്സ് വരുന്ന ലൈൻസ് ഇവിടെ എഴുതി കൊടുക്കുക. ഇൻ ദ ഈവനിങ് ഷീ വുഡ് ഗോ സൈക്ലിംഗ്. ഓക്കെ. അപ്പോൾ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് എഴുതി ചേർക്കാം. അപ്പോൾ ജസ്റ്റ് ആ പാസേജിൽ നോക്കിയിട്ട് ഇറ്റാലിക്സിൽ വരുന്ന ലൈൻസ് എടുത്തിട്ട് എഴുതിയാൽ മതി. ഷീ കുഡ് റൈഡ് ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ടയേർഡ്. ഏർലി ഇൻ ദ മോർണിംഗ് ഷീ വുഡ് ഹാവ് ഗ്രേറ്റ് ഫൺ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിംഗ്. അറ്റ് ഫസ്റ്റ് ഇമ യൂസ്ഡ് ഹെർ ഫോൺ ഫോർ ടേക്കിംഗ് ടു ഹെർ ഫ്രണ്ട്സ് ആൻഡ് ടേക്കിംഗ് ഫോട്ടോസ്. ബട്ട് ആസ് ടൈം വെൻറ്റ് ഓൺ ഷീ ഫൗണ്ട് ഷീ കുഡ് നോട്ട് ടേക്ക് ഹെർ ഐസ് ഓഫ് ദ സ്ക്രീൻ. ദ നെക്സ്റ്റ് ഡേ ഇമാസ് മദർ നോട്ടീസ്ഡ് ദിസ് ആൻഡ് ഷീ തോട്ട് ഇമ ഷുഡ് നോട്ട് ലെറ്റ് ഹെർസെൽഫ് ബി ക്യാരീഡ് അവേ by the smartphone. പിന്നെ അടുത്തത് എന്താ? ഷുഡ്, വുഡ്, കുഡ് ഫങ്ഷൻ. അപ്പോൾ ഷുഡിൻ്റെ ഫങ്ഷൻ എന്താ? ടു റെഫർ ടു ഡ്യൂട്ടി ഓർ ഒബ്ലിഗേഷൻ. അപ്പോൾ എന്തെങ്കിലും ഡ്യൂട്ടി അല്ലെങ്കിൽ ഒബ്ലിഗേഷന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഡ് ഉപയോഗിക്കുന്നത്. ദെൻ എക്സാമ്പിൾ നേരത്തെ നമ്മൾ കണ്ടില്ലേ, അതിൽ നിന്ന് തന്നെ എടുത്തിട്ട് എഴുതിയിട്ടുള്ളതാണ്. സ്പെൻഡിങ് ടൈം ഔട്ട്ഡോഴ്സ് ആൻഡ് എൻജോയിങ് റിയൽ ലൈഫ് മൊമെൻറ്റ് ഷുഡ് ബി ജസ്റ്റ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് ദ ഡിജിറ്റൽ വേൾഡ് ടു ഹെർ. അപ്പോൾ എന്താണ് ഇവിടെ ഷുഡ് വരുന്ന ഒരു എക്സാമ്പിൾ നേരത്തെ പാസേജിൽ നിന്ന് നോക്കിയിട്ട് ഇവിടെ എഴുതി. ഓക്കെ. ദെൻ വുഡ്, ടു റെഫർ ടു പാസ്റ്റ് ഹാബിറ്റ്സ്. പാസ്റ്റിലുണ്ടായിരുന്ന ഏതെങ്കിലും ഹാബിറ്റ്സ് റെഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ വുഡ് യൂസ് ചെയ്യും. ദെൻ കുഡ് ആണെങ്കിലോ ടു റെഫർ ടു പാസ്റ്റ് എബിലിറ്റി. പാസ്റ്റിൽ വലിയ എബിലിറ്റീസും പറയണമെങ്കിൽ നമ്മൾ കുഡ് യൂസ് ചെയ്യും. അപ്പോൾ വുഡിൻ്റെയും കുഡിൻ്റെയും എക്സാമ്പിൾ കൂട്ടുകാർ നേരത്തെ നമ്മൾ വായിച്ചില്ല, അതിൽ നിന്ന് നോക്കിയിട്ട് എഴുതാം. ഓക്കെ. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം.
നെക്സ്റ്റ് ആക്ടിവിറ്റി 7 ആണ്. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. നോട്ടീസ് ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ്. ഹി മെറ്റ് എ ഗേൾ ഹു വാസ് ക്യാരിങ് ബിക്കോസ് ഷി ഹാഡ് ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ. അപ്പോൾ ഇവിടെ ഇറ്റാലിക്സിലും ബോർഡിലും കൊടുത്തിട്ടുള്ള ലെറ്റർ ഏതാണ്? ഹൂ ആണ്. ഹൂ. ഓക്കെ. നെക്സ്റ്റ് ആണെങ്കിലോ, കഫ്ക ഹാഡ് പ്രിപ്പയർഡ് ദ ലെറ്റർ വിച്ച് വാസ് മെന്റ് ടു ബി ഫ്രം ദ ഡോൾ. അപ്പോൾ ഇവിടെ ഏതാ? വിച്ച് ആണ്. നൗ റീഡ് ദ പോം. ഒരു പോം എടുത്തിട്ടുണ്ട്, വായിച്ച് നോക്കാം. ദേ കെപ്റ്റ് ദെയർ സ്ട്രീറ്റ്സ് ടു ഡു സോ ക്ലീൻ ആൻഡ് നൈസ് വിത്ത് ആക്ഷൻ ദാറ്റ് were truly wise. There was a boy named Jack who led the way, picking up little every single day. He knew that a clean town brings cheer, so he worked hard to keep it clear. And then there was Lucky, who had a knack for using less plastic and cutting back. She carried a bottle that she had always filled, choosing to help rather than just chill. In the park, they found a spot, a secret garden that means a lot. Plants and flowers which they adored. They cared for each their spirit soared. അപ്പോൾ ഇതിൽ ഒരുപാട് വേർഡ്സ് ഏതാണ്? ദാറ്റ്, ഹൂ, ദാറ്റ് ഹൂ, വിച്ച് ഒക്കെ എന്താണ് ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുണ്ട്. യൂസ് ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ് ടു കംപ്ലീറ്റ് ദ ഫോളോയിങ് കൺവേഴ്സേഷൻ. അപ്പോൾ എന്താണ്? താഴെ കുറച്ച് കൺവേഴ്സേഷൻ തന്നിട്ടുണ്ട്. അത് ദാറ്റ്, വിച്ച്, ഹൂ വെച്ചിട്ട് ഫില്ല് ചെയ്യുക. ഓക്കെ. അപ്പോൾ താഴെ ഒരു എക്സാമ്പിളാണ്. എന്താണ്? രണ്ട് പേര് തമ്മിലുള്ള കോൺവേഴ്സേഷനാണ്. ഹേയ്, ഹാവ് യു ഹേർഡ് ഓഫ് ദ എർത്ത് ഹീറോസ് ക്ലബ്ബ്. അപ്പോൾ എന്താണ്? എർത്ത് ഹീറോസ് ക്ലബിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി പറയുന്നുണ്ട് നോ, വാട്ട്സ് ദാറ്റ്? ഇല്ല, അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. It's a group of kids that are really passionate about environmental conservation. അപ്പോൾ അവിടെ ഏതാ വരിക? ഹൂ ആണ് വരിക. ഹൂ are really passionate about environment conservation. That sounds cool. Who can join? അപ്പോൾ ആർക്കാണ് ജോയിൻ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിക്കുകയാണ്. Anyone dash wants to make a difference. അപ്പോൾ അവിടെ എന്ത് വരും? anyone who wants to make a difference. Everyone can play a part in taking care of our planet. They say that's really smart. Do they do anything else? അപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യോ അവരെന്ന് ചോദിക്കുകയാണ്. They convinced the shopkeepers to keep up plastic bags that are harmful to the environment. അപ്പോൾ അവിടെ എന്താ വരിക? that ആണ് വരിക. that are harmful to the environment. That's big achievement. How can I get involved? Next, you can attend their meetings which they hold every Friday after school. I am excited to join. Thanks for telling me about the club. Okay. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.